ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. AFS ഉൾപ്പെടെ നഗരസഭയിലെ അതേപോലെ തന്നെ താൽക്കാലിക ജീവനക്കാരെ, ശുചിത്വ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരുടെ എഗ്രിമെന്റ് പുതുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. പക്ഷെ ഇന്ന് കൗൺസിൽ നടത്താൻ സാധിച്ചില്ല. ഓപ്പറേഷൻ പാർപ്പിടത്തിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ നഗരസഭകളിലും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് കുന്നംകുളം നഗരസഭയിലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൂടെയാണ് നഗരസഭ സെക്രട്ടറിക്ക് എതിരെയുള്ള ഒരു ആരോപണം ശ്രദ്ധയിൽപ്പെടുന്നത്. നഗരസഭയെ സംബന്ധിച്ച് ഒരു പരിശോധനകൾക്കും ഞങ്ങളെതിരല്ല. ജനപ്രതിനിധികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്കെതിരെയുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും ഞങ്ങൾ ആരും എതിരെ നിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയെ വാക്കാലോ അല്ലെങ്കിൽ ഔദ്യോഗികമായോ അറിയിച്ചിട്ടില്ല. പത്രമാധ്യമങ്ങളിലൂടെ കണ്ട ഒരു വാർത്ത എന്നതിൽ കഴിഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നഗരസഭയെ സംബന്ധിച്ച് പറയാൻ സാധിച്ചില്ല, ഞങ്ങളെന്നെ അറിയിച്ചിട്ടുമില്ല. അത്തരത്തിൽ ഉറപ്പില്ലാത്തൊരു കാര്യത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് സെക്രട്ടറിക്കെതിരെ നമ്മൾ നടപടിയെടുക്കുക? പത്രം അത് കൃത്യമായി എല്ലാ കൗൺസിലേഴ്സിനെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ വീണ്ടും അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കൗൺസിലിൽ ബഹളമുണ്ടായിട്ടുള്ളത്. ഭരണസമിതിയെ സംബന്ധിച്ച് നിലവിൽ സെക്രട്ടറി കുറ്റാരോപിതനല്ല. അങ്ങനല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൗൺസിലിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ശരിയായ നടപടിയല്ല എന്നാണ് ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഭരണസമിതിക്ക് വേണ്ടി എനിക്ക് അറിയിക്കാറുള്ളത്.